ഹായ് ഹലോ ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ 4 പേരും, ഞാൻ, കീർത്തന, നിരഞ്ജന, സാറ്, പിന്നെ നമ്മുടെ ഹന, ഞങ്ങൾ 5 പേരും കൂടി ഇപ്പോൾ ഇതാ പോകുന്നത് ലുലു മാളിലേക്കാണ് കേട്ടോ. അപ്പം എന്താ ഇത് കണ്ടോ, വസന്തയും സിന്ധുവാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ലുലു മാളിൽ, കൊട്ടിയം ലുലു മാളിൽ ഇപ്പം ഒരു ഓഫർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തേത്. അപ്പം അത് ഇന്നും കൂടി ആകുമ്പം അത് തീരും കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്നൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ വലിയ വാങ്ങിപ്പുകാരൊന്നും അല്ല, എങ്കിലും എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പറ്റുമെങ്കിൽ നിരഞ്ജനയ്ക്കൊരു ലാപ്പ് എടുക്കണം. അപ്പം അങ്ങനെ വിവിധ തരം മനോവികാരത്തോടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് കണ്ട ഞങ്ങളുടെ അന്നു. അപ്പം ഞങ്ങൾ മെയിനായിട്ട് സ്കൂട്ടറിൽ പോകുന്നത്, അന്നുവിന് സ്കൂട്ടറാണ് കേട്ടോ ഇഷ്ടം. അന്നുവിന് കാർ ഇഷ്ടമേ അല്ല കേട്ടോ. തൂത്തുക്കുടിയിൽ നിന്ന് വരുമ്പോഴും ആദ്യം കരയുന്നത് എനിക്ക് കാറ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. കാറും തൂത്തുക്കുടിയായിട്ടുള്ള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ ഇത്രയും കാറിൻ്റെ കൂടെ അവൾക്ക് ഇത്രയും ദേഷ്യമായിപ്പോയത്. അപ്പം ഞങ്ങളിതാ ഇത്തിക്കര എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അന്നുവിനോടൊക്കെ ഞാൻ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അന്നു കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇത്തിക്കരയുടെ ഈ ഭാഗത്ത് ഭയങ്കര പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഈ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഓക്കെ. അങ്ങനെ ഞങ്ങളിതാ കൊട്ടിയത്ത് ജംഗ്ഷനിൽ തന്നെ ഞങ്ങൾ ആ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, പുതിയ പാലം കിട്ടുന്നില്ലേ, അപ്പം അതിൻ്റെ താഴെ തന്നെ വണ്ടികളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ നടന്നാണ് കേട്ടോ അങ്ങോട്ടത്തേക്ക് പോയത്. കാരണം നമ്മൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഉമയനല്ലൂർ അടുപ്പിച്ച് പട്ടരും മുക്കി പോയി തിരിയേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടികൾ രണ്ടും ഈ ഒരു ജംഗ്ഷനിൽ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലുലു മാളിൽ വരുമ്പോൾ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടും വണ്ടിയൊന്നും കയറാൻ വയ്യാതെ എല്ലാം ഇങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഈ ഒരു ബൊമ്മ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബൊമ്മയുടെ മുമ്പിൽ നിഞ്ചൂസ് നിൽക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, അതൊരു മനുഷ്യനാണ് കേട്ടോ. ഒരു മനുഷ്യൻ ആണ് ആ ഒരു ഇങ്ങനത്തെ ഒരു വേഷം കെട്ടി അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അന്നു ആദ്യമൊക്കെ കൈയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അനുവിനങ്ങ് പേടിയായിപ്പോയി കേട്ടോ. പിന്നീട് നമ്മൾ അകത്ത് കയറിയപ്പോഴും അതുപോലത്തെ ബൊമ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കൈയൊക്കെ കൊടുത്തു ആണ് നമ്മൾ അകത്തോട്ടൊക്കെ കയറിയത് കേട്ടോ. അപ്പം അന്നുവിന് അപ്പോഴും പേടിയായിരുന്നു കേട്ടോ. ഓക്കെ, അന്നു കൈയൊന്നും കൊടുത്തില്ല, ഞാൻ ഇച്ചിരി കൈയൊക്കെ കൊടുത്തു. പിന്നെ കുട്ടികളെ ആകർഷിക്കാനായിട്ട് ലുലു മാളിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഒരു ടോയ് ട്രെയിനാണ് കേട്ടോ. അപ്പം അതിനകത്ത് കുട്ടികളെല്ലാം ഇരുന്നിട്ട് ടോയ് ട്രെയിൻ ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കും കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കേട്ടോ. അന്നുവിനെ കയറ്റാനായിട്ട് കേട്ടോ. പയ്യൻ ചിരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ റേറ്റൊക്കെ ചോദിച്ചു. അപ്പോഴേ ഒരാൾക്ക് 100 രൂപയാണെന്ന് പറഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, നമ്മളിൽ ആർക്കാണെങ്കിലും കൂടെ കയറാം, 100 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ തമ്മിൽ ഏറ്റവും കുഞ്ഞ് ഞാനല്ലേ, അപ്പം ഞാനും അന്നും കൂടെ കയറാമെന്നങ്ങ് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അന്നും കൂടെ കയറാനായിട്ട് പോവുകയാണ്. അപ്പം അവനും അതിനെ പ്രോത്സാഹിപ്പിച്ചു കേട്ടോ. കാരണം അപ്പം അവനും കുറച്ചും കൂടെ കസ്റ്റമറിനെ കിട്ടുമല്ലോ, കുറച്ച് പ്രായമുള്ള കസ്റ്റമറിനെ കൂടെ കിട്ടുമല്ലോ. അങ്ങനെ ഞാനും അന്നും കൂടെയാണ് കേട്ടോ ടോയ് ട്രെയിനിൽ കയറിയത്. അന്നു ചാച്ചാ, അപ്പയ്ക്ക് ചാച്ച എടുക്കാം. അക്കയെ കാണിച്ചില്ല, അക്കയെ കാണിച്ചില്ല. അങ്ങനെ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നിരഞ്ജനയ്ക്ക് ഒരു ലാപ്പ് നോക്കണമായിരുന്നു. അപ്പോൾ അവിടുത്തെ HP എന്നുള്ള അതിൻ്റെ കൗണ്ടറിലേക്ക് പോയിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളെല്ലാം നോക്കി. അപ്പം ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അപ്പം അത് ഞങ്ങൾ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ആ ട്രെയിൻ കണ്ടോ, ഇങ്ങനെ പയ്യെ ഇങ്ങനെ ചുറ്റിനും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല രസമാണ്. പക്ഷേ കുട്ടികളാരും കയറുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ സമയമായപ്പോഴത്തേക്കും അന്നുവിന് ഡാൻസൊക്കെ തുടങ്ങി. അന്നുവിനെ ഞാൻ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നു പയ്യെ തറയിലൊക്കെ ഇറങ്ങി പയ്യെ ഡാൻസും
പാട്ടുമൊക്കെ തുടങ്ങി. അതൊക്കെ അനുവിൻ്റെ ഓരോരോ ഭാവമാറ്റങ്ങളുടെ ലക്ഷണമാണ്. പിന്നെ അനു ഇതാ ഞങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് കളി തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അനുവിന് ദേഷ്യം വരും. അനുവൊക്കെ തറയിലൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം അതിനൊക്കെ മുമ്പ് ഞങ്ങൾക്ക് ഈ ഒരു കൗണ്ടർ വിടണം. അപ്പം അതിനായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ കണ്ടോ അനു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഗെയ്സ്. അപ്പം നമ്മളിതാ അവിടെ എല്ലാം പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളിതാ ഈ ഒരു ഡെയിലി ഫ്രഷിലേക്ക് കയറി കേട്ടോ ലുലുവിൻ്റെ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് എല്ലാം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് സർഫ്, അരിപ്പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ മേടിച്ചുള്ളൂ. അതും നല്ല ഓഫറിലുള്ള സംഭവങ്ങൾ മാത്രമേ ഞങ്ങൾ മേടിച്ചുള്ളൂ. പിന്നെ കുറച്ച് ആപ്പിൾ മേടിച്ചു. പിന്നെ എൻ്റെ കുറച്ച് മാൽക്കിസ്റ്റ് എന്നുള്ള ഒരു ബിസ്ക്കറ്റ് മേടിച്ചു 2 എണ്ണം. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കനും മേടിച്ചു കേട്ടോ രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയുമാണ് നമ്മൾ അവിടെ നിന്ന് ആകെ മേടിച്ച സംഭവങ്ങൾ. പക്ഷേ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അവസാനത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1, 2, 3 സ്ഥലത്തൊക്കെ ക്യൂ നിന്ന് നോക്കിയിട്ടൊരു രക്ഷയില്ലാതെ ഞങ്ങൾ മാറി പോയി വരികളൊക്കെ മാറി നിന്ന് എന്തായാലും ഞങ്ങൾ ഒരുപാട് സമയം ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ബില്ലെല്ലാം ആയത് കേട്ടോ. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ കച്ചവടത്തിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ ഒരുപാട് ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ 10, 12 അങ്ങ് എടുക്കും. അപ്പം അത് ഒരു ബില്ലിൽ അവർ അടിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അവർ 2, 3, 4 ബില്ലിലൊക്കെയാണ് അവർ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് താമസം വന്നു കേട്ടോ. അപ്പോൾ ബില്ലിങ്ങിലാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് താമസം വന്നത്. അല്ലെങ്കിൽ ഇത് ചടപടയെന്ന് പോകേണ്ടിയ ഒരു ക്യൂ ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ അക്ഷമരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബില്ലെല്ലാം അടിച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ലുലുവിലുള്ള ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വെള്ളോട്ട് ഇറങ്ങുകയാണ്. നല്ല മഴക്കുള്ള നേരം വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സംഭവങ്ങൾ ഒരു സ്കൂട്ടറിനകത്തേക്ക് മാറ്റി അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഉമ്മന്നല്ലൂർ ഇപ്പുറം പട്ടണമുക്കിൽ വെച്ച് തിരിയുന്ന ആ ഒരു ടേണിങ്ങിൽ വെച്ച് മഴ അങ്ങ് പെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടുത്തെ ഒരു കടയിലേക്ക് കയറി നിന്നു കേട്ടോ. ഒരു ഫർണിച്ചർ കടയിലേക്ക് കയറി നിന്നു കേട്ടോ. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയത് കേട്ടോ. കാരണം അനു ഞങ്ങളെ കൂടി ഇല്ലേ, അനുവിൻ്റെ തല നനഞ്ഞ് പനി വരുത്തില്ലേ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇടം വരെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.